മാത്രം 2219 സ്വത്തുക്കൾക്ക് അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ്. ഇതോടെ സംസ്ഥാനം മൊത്തം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് വഖഫ് ബോർഡ്. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്ന ഭൂമി മുതൽ ആരാധനാലയങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റായ വാംസിയിലാണ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം വഖഫിന് 200 സ്വത്തുണ്ട്. കൊടുങ്ങരപ്പള്ളി, വടക്കുംതറ, യാക്കര, കണ്ണാടി, വലിയങ്ങാടി, കൊപ്പം, കിനാശ്ശേരി, കന്നേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്വത്തുള്ളതായി വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എന്നാൽ നോട്ടീസ് ലഭിക്കാത്തതിനാൽ യഥാർത്ഥ ഉടമകളിൽ മിക്കവർക്കും വഖഫ് അവകാശവാദം സംബന്ധിച്ച് അറിവില്ല. വരും ദിവസങ്ങളിൽ ഈ ഉടമസ്ഥരെ തേടി വഖഫിന്റെ നോട്ടീസ് എത്തുമെന്നാണ് വിവരം. വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ മാത്രം 110 വഖഫ് സ്വത്തുക്കളുണ്ട്. 54 സബ് ഡിവിഷനായാണ് മുനിസിപ്പാലിറ്റികൾ ഉള്ളത്. ഇതിൽ മണ്ണാർക്കാട് സബ് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ളത്. 917 സ്വത്തിനാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാട് സബ് ഡിവിഷനിൽ നിന്ന് 310, ഒറ്റപ്പാലം സബ് ഡിവിഷനിൽ 255, ചിറ്റൂരിൽ 300, ആലത്തൂരിൽ 429 എന്നിങ്ങനെയാണ് സ്വത്ത് വിവരങ്ങൾ. ഇതിനോടകം സ്വത്ത് കണ്ടുകെട്ടാൻ പല സ്ഥലങ്ങളിലും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വഖഫ് ബോർഡുകൾ രാജ്യത്തൊട്ടാകെ പുതിയ വസ്തുക്കളിൽ അധിനിവേശം നടത്തിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയും ഈ ഭീഷണി ബാധിക്കുന്നുണ്ട്. മുൻപ് വഖഫ് ചെയ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വാങ്ങുവാൻ ജനങ്ങൾ മടിക്കുകയാണ്. വഖഫ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് രേഖകളോ റവന്യൂ റെക്കോർഡുകളോ ഒന്നും വേണ്ട എന്നും ഒരു തവണ വഖഫ് ചെയ്താൽ അത് മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള മുസ്ലിം പണ്ഡിതരുടെ ആവർത്തിച്ചുള്ള വാദങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് അധിനിവേശ ഭീതി റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വ്യാപിക്കുന്നത്. മുമ്പ് ഇസ്ലാം മതസ്ഥർ കൈവശം വെച്ചിരുന്നതോ നിലവിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതോ ആയ വസ്തുക്കൾ വഖഫ് ചെയ്യപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭീതിയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ ബാധിച്ചിരിക്കുന്നത്. ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ട വസ്തുക്കൾ ആര് എത്ര വില കൊടുത്തു വാങ്ങിച്ചാലും എന്നേക്കുമായി വഖഫ് ആണ് എന്നുള്ള കിരാത നിയമമാണ് നിലവിലുള്ളത്. അങ്ങനെയുള്ളപ്പോൾ വാങ്ങുന്ന വസ്തുക്കൾ മുമ്പ് വഖഫ് ചെയ്തിരുന്നു എന്നുള്ള അവകാശവാദവുമായി ഭാവിയിൽ ആരെങ്കിലും വന്നാൽ നൂലാമാലകൾ ഉണ്ടാകും എന്നുറപ്പാണ്. അങ്ങനെ മുനമ്പത്തെയും കർണാടകയിലും പോലെ വഴിയാധാരമായി പോകും എന്ന ഭയം അത്തരം വസ്തുക്കളിൽ നിന്ന് കയ്യകലം പാലിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഫറൂഖ് കോളേജിന് ഉപയോഗിക്കുവാനായി നൽകിയ മുനമ്പത്തെ വസ്തുവിന്റെ ആധാരത്തിന്റെ മുകളിൽ വെറുതെ വഖഫ് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്ന് മുനമ്പത്തെ സാധാരണക്കാർ ഈ ഭൂമി വില കൊടുത്ത് വാങ്ങി. ഇങ്ങനെ വിൽക്കപ്പെട്ട വസ്തുക്കളിന്മേലാണ് മുനമ്പത്ത് വഖഫ് ബോർഡ് പുതുതായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ചെയ്യപ്പെടാതിരിക്കാൻ വിദൂര സാധ്യതയെങ്കിലുമുള്ള വസ്തുക്കളിന്മേൽ പിൻകാലത്ത് വഖഫ് ബോർഡിന് ഇതുപോലെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുമെന്നാണ് ഈ അനുഭവം തെളിയിക്കുന്നത്. വിവിധ ജനവിഭാഗങ്ങൾ ഇടകലർന്നു ജീവിക്കുന്ന സ്ഥലങ്ങളിലെ ആധാരങ്ങളിൽ ഈ കുരുക്കിനുള്ള സാധ്യത കൂടുതലാണെന്നും ഭീതി പടർത്തുന്നുണ്ട്. മുൻ ആധാരങ്ങൾ എടുത്ത് അവയിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പരിശോധിച്ച് മാത്രമേ ഈ ഭീഷണിയിൽ നിന്ന് അല്പമെങ്കിലും മുക്തി നേടാൻ പറ്റൂ എന്നതാണ് അവസ്ഥ. മുനമ്പ ഭൂമി പ്രശ്നം വിവാദമായതോടെ വഖഫ് എന്ന വാക്കും നമുക്കിടയിൽ ചർച്ചയാവുകയാണ്. എന്താണ് വഖഫ്? അറബി വാക്കാണ് വഖഫ് എന്ന് പറയുന്നത്. വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന ഒരു അറബി പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് വഖഫ്. അള്ളാഹുവിന്റെ സ്വത്തുക്കൾ എന്നതാണ് വഖഫ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്ലാമിക തത്വസംഹിത പ്രകാരം ഭൗതികമായ ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പുണ്യകാര്യത്തിനായി ദാനം ചെയ്യുന്ന സ്വത്തെന്നാണ്. 1995 വഖഫ് നിയമം അനുസരിച്ച് ഭക്തിപരമായോ മതപരമായോ ജീവകാരുണ്യമോ ആയി ഇസ്ലാമിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആവശ്യങ്ങൾക്കായി ജംഗമമോ സ്ഥാവരമോ ആയ സ്വത്തിന്റെ സ്ഥിരമായ സമർപ്പണമാണ് വഖഫ് എന്നത്. സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ കൈവശം ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും അള്ളാഹുവിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. മതസ്ഥാപനങ്ങൾക്കോ പള്ളികൾക്കോ ശ്മശാനങ്ങൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കോ ഇത്തരത്തിൽ വഖഫായി സംഭാവന നൽകാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ വഖഫിനെ കുറിച്ച് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യത്യസ്ത വാക്യങ്ങൾ ഗ്രന്ഥത്തിലുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സഹചാരികളിൽ ഒരാളായ അബൂ തൽഹ അൽ അൻസാരി ഈന്തപ്പഴത്തോട്ടം സംഭാവന ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യകാല വഖഫുകളിൽ ഒന്നാണെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ പ്രബലമായിരുന്ന ഈ ആചാരം ബ്രിട്ടീഷ് കാലത്തും തുടർന്നു. ദാനം ചെയ്യുന്ന വ്യക്തിക്ക് വസ്തുവിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. അത് സ്വീകരിക്കുന്നവർക്ക് അത് വിൽക്കാനോ അനന്തരാവകാശമായി നൽകാനോ കഴിയില്ല. വഖഫ് പ്രോപ്പർട്ടികളിൽ നിന്നുള്ള വരുമാനം മസ്ജിദുകളുടെ നിർമ്മാണം, ഖുർആൻ പഠന കേന്ദ്രങ്ങൾ, ഹജ്ജ്, ഉംറ സൗകര്യങ്ങൾ, മതപ്രചാരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇസ്ലാം നിഷിദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല.
1954 വഖഫ് നിയമം വഖഫിന്റെ കേന്ദ്രീകരണത്തിന് വ്യവസ്ഥ ചെയ്യുന്നതാണ്. 1964 സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. 1995 വഖഫ് ആക്ട് പഴയ നിയമത്തെ പരിഷ്കരിച്ചു. വഖഫ് ട്രിബ്യൂണലുകൾ കൊണ്ടുവന്നു. അതിന് 1908 സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളതായി മാറ്റി. വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡിന്റെ ജുഡീഷ്യൽ അധികാരമുണ്ട്. ഒരു ജഡ്ജി ഉൾപ്പെട്ട 3 അംഗങ്ങളുള്ള വഖഫ് ട്രിബ്യൂണലിൽ ബോർഡിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാം. ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. മുസ്ലിം സമുദായത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വഖഫ് സ്വത്തുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കാനും ബോർഡ് ഇടപെടുന്നുണ്ട്. 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനും വഖഫ് സ്വത്തുക്കളുടെ ഭരണവും നടത്തിപ്പും മെച്ചപ്പെടുത്തുന്നതിനും വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടെ 2024 ഓഗസ്റ്റ് 8 കേന്ദ്ര സർക്കാർ വഖഫ് ബില്ല് 2024 അവതരിപ്പിച്ചു. ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് കൈമാറിയിരിക്കുകയാണ്. പുതിയ ഭേദഗതി നിയമത്തെക്കുറിച്ച് മുസ്ലിം ജനതയ്ക്കും സംഘടനകൾക്കും ഇടയിൽ നിരവധി ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. 1995 നിയമത്തിലെ വഖഫ് ബൈ യൂസ് എന്ന വ്യവസ്ഥ ഇല്ലാതാകുമെന്നാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. വഖഫ് എന്ന് പരാമർശിക്കുന്ന രേഖ ഇല്ലാത്ത വസ്തുവും വഖഫായി ഉപയോഗിച്ചിരിക്കുന്നു. യഥാർത്ഥ പ്രമാണം ഇപ്പോൾ ലഭ്യമല്ലാത്തതോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചതോ ആകാം. വഖഫ് ബൈ യൂസ് ആയി കണക്കാക്കിയിട്ടുള്ള ഇത്തരം സ്വത്തുക്കളെല്ലാം സർക്കാർ കണ്ടുകെട്ടുമെന്നാണ് ആശങ്കയുയരുന്നത്. വഖഫ് എന്ന് കൃത്യമായി രേഖയുള്ളവ മാത്രം വഖഫായി പരിഗണിക്കുമെന്നും മുസ്ലിം സംഘടനകൾ ആശങ്കപ്പെടുന്നുണ്ട്. നിലവിൽ ഭൂരിപക്ഷം വഖഫ് ബോർഡ് അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ പുതിയ ബില്ല് നിയമമാകുന്നതോടെ എല്ലാ അംഗങ്ങളോടും സർക്കാരിനെ നോമിനേറ്റ് ചെയ്യാം. ഈ വ്യവസ്ഥ ഭരണത്തിലിരിക്കുന്നവർക്ക് ബോർഡിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കണമെന്ന ആശങ്ക മുസ്ലിം സംഘടനയ്ക്കിടയിലുണ്ട്. വഖഫ് ബോർഡിന് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം റദ്ദാക്കും. പകരം വസ്തുവിന്റെ സർവേ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്ക് നിക്ഷിപ്തമാവുകയും ചെയ്യും. പുതിയ ബില്ല് പ്രകാരം മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് പോലും സിഇഒ ആകാം. കുറഞ്ഞത് 2 അംഗങ്ങളെങ്കിലും മുസ്ലിം അല്ലാത്തവരായിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. മതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മനസ്സിലാകാത്തവർക്ക് കർത്തവ്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാനാകില്ലെന്നാണ് മുസ്ലിം സംഘടനകളുടെ അഭിപ്രായം. 1960 കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. എല്ലാ വഖഫ് സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും പൊതുവായ മേൽനോട്ടത്തിനും അതിന്റെ വരുമാനം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ചുമതല. കേരള വഖഫ് ബോർഡിന്റെ സിഇഒ കൂടാതെ 7 അംഗങ്ങളും 3 സർക്കാർ നോമിനികളുമുണ്ട്. MK സക്കീറാണ് ബോർഡിന്റെ നിലവിലെ ചെയർമാൻ. MP PV അബ്ദുൾ വഹാബ്, MLA മാരായ P ഉബൈദുള്ള, M നൌഷാദ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ നിന്നുള്ള അംഗങ്ങൾ. കേരള വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 9000 സ്ഥാപനങ്ങളുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ വാർഷിക റിട്ടേൺസിന്റെ 7% വഖഫ് ബോർഡ് ശേഖരിക്കുന്നു. ഇനി വഖഫ് എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്തെന്നാണ് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത്. മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോൺമെന്റിനെയാണ് വഖഫ് എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും. മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് പ്രയോഗിക്കാൻ കഴിയുക. ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വ്യാപകമായ കെടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിന്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ഉടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിലായത്. വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമാണ്. നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. ഇത് സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വഖഫ് ബോർഡുകളാവട്ടെ അഴിമതിയുടെ കുത്തരങ്ങുകളായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.